എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, മഴ ഇങ്ങനെ പെയ്യാനായിട്ട് കാത്തു നിൽക്കുക കേട്ടോ. ഇരുട്ട് കുത്തി ഇങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് പുറത്ത്. പെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് 2 കിഴി എപ്പിസോഡ് തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മത്സരമൊന്നുമില്ല, കാട്ട കുടിച്ചോളണം. ഇന്ന് മത്സര ബുദ്ധി ഇല്ല. ഇല്ല, ഇന്ന് നമുക്ക് വ്യഗ്രത ഓക്കെ, വളരെ വേഗത്തിൽ തീർക്കണം എന്നുള്ള വ്യഗ്രത. ഓക്കെ, ആ വ്യഗ്രതയിൽ തന്നെ ഉണ്ട് അതിന്റെ സ്പീഡ്. അപ്പോൾ കിഴി നിറയെ എന്റർടൈൻമെന്റ്സ് തകർക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നത് വളരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയാവുന്നുള്ളതാണ്. നോക്കാം എന്താടാ സത്യം. പക്ഷെ ഇറങ്ങുന്നത് വരെ ഇപ്പം അത് പ്രിയപ്പെട്ടതല്ല. കുബേര, ധനുഷ് നായകനായി ശേഖർ കമ്മുല സംവിധാനം ചെയ്ത് വന്ന സിനിമയാണ് കേട്ടോ. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നല്ലൊരു അഭിപ്രായം ആയിരുന്നില്ല അല്ലേ, തമിഴ്നാട്ടിൽ എവിടെയും. ഓക്കെ, എന്തായാലും സിനിമ 100 കോടി ക്ലബ്ബ് കയറിയിട്ടുണ്ട്. അതാണ് തള്ളാണോ ഒറിജിനലാണോ എന്ന് അറിഞ്ഞൂടാട്ടോ. എന്തായാലും തള്ളിയാണെങ്കിലും 100-ലെത്തിയല്ലോ. അതെ, 100-ലെത്തിയിട്ടുണ്ടല്ലോ. അത് തന്നെ വലിയ കിട്ടല. ഇവിടെ തള്ളിയിട്ടും എങ്ങനെ എറിഞ്ഞിട്ടും ഉന്തിയിട്ടും പോലും എത്തുന്നില്ല പല സിനിമകളും, പല വലിയ ആൾക്കാരുടെ സിനിമകൾ. കമലഹാസൻ, മണിരത്നം, STR, പിന്നെ തൃഷ, ജാതി കാസ്റ്റിംഗുമായിട്ട് വന്നിട്ട് പോലും 100 കോടി എത്തുന്നില്ല. അത് തള്ളിയിട്ട് എത്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതാണ്, അല്ലെങ്കിൽ എങ്ങനെയും തള്ളി വെച്ചേനെ 100-ലേക്ക്. അടുത്തത് കാർത്തി 29, തമിഴ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമയില് നാനി ഒരു കാമിയോ റോളിൽ വരുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? അവിടെ ഹിറ്റ് 3-ലേക്ക് വീരപ്പൻ ചെന്ന് കൊടുത്തല്ലേ. അതാണ്, പിന്നെ ഒരു വരവ് വരും. അർജുൻ സർക്കാരിന് വരുമോ പറയാൻ പറ്റൂല, പറയാനില്ല. ഓക്കെ, അടുത്തത് സൂര്യ അരുൺ മതേശ്വരൻ മൂവിയോ? അത് ശരി, വൻ ചർച്ചകൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ഞാനും ഇന്ന് അറിഞ്ഞത് ആണല്ലേ. ഓക്കെ, അതായത് സൂര്യയും അരുൺ മതേശ്വരനും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. സിനിമ നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ്. അപ്പം അത് ഗ്രാൻഡ് സിനിമയായിരിക്കുമല്ലോ. സൺ പിക്ചേഴ്സ് സൂര്യയായിട്ട് ഈറ്റിയിലെ അതിന് ശേഷം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അതിന് ശേഷമല്ല, പക്ഷെ അതിന് മുൻപുണ്ടാവാം. അടുത്തത് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂലൈ 25. ജൂലൈ 25 കുറേ സിനിമകളുണ്ട്, ഇഷ്ടംപോലെ. ഓക്കെ, അടുത്തത് പോന്നോട്ടെ, സൺ ഓഫ് സർദാർ 2 ജൂലൈ 25. അജയ് ദേവഗൺ, മൃണാൾ താക്കൂർ ഇവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, മൃണാൾ താക്കൂർ ഇതിലാണെന്ന് തോന്നുന്നു ആദ്യമായി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുമ്പുള്ള 2 പോസ്റ്ററിലും വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും അരുൺ വിജയ് അറോറ ആളാണ് സിനിമ സംവിധാനം ചെയ്തത്. അരുൺ വിജയ് അല്ലടേ, വിജയ് കുമാർ അറോറ. അരുൺ വിജയ് എന്റെ പൊന്നെ, ആ വ്യഗ്രതയിൽ മനസ്സിലായി. കണ്ണപ്പ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്യൂറേഷൻ പുറത്ത് വന്നിട്ടുണ്ട്, 3 മണിക്കൂർ 3 മിനിറ്റ്. നാളെയാണ് സിനിമ റിലീസ് എത്തുന്നത്. അതായത് 3 മണിക്കൂർ 2 മിനിറ്റ് 51 സെക്കൻഡ് അങ്ങനെയാണ്. അങ്ങനെ 3 അല്ല, ശരിക്കും കണക്ക് വെച്ച് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് 3 മിനിറ്റ് ആയിട്ട് കൂട്ടൂല. കാരണം 9 സെക്കൻഡ് ഉണ്ട്. 9 സെക്കൻഡ് ചില്ലറ സമയമൊന്നുമല്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല ഡ്യൂറേഷനിലാണ് വരുന്നത്. കുബേരയായിരുന്നു പിന്നെ അതിന് മുൻപ് 3 മണിക്കൂർ കണ്ട സിനിമ. 3 മണിക്കൂർ 2 മിനിറ്റ് ഇച്ചിരി 3 മണിക്കൂർ 1 മിനിറ്റ്. പിന്നെ നല്ലതാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അല്ല, നല്ല സിനിമയാണെങ്കിൽ 3 മണിക്കൂറൊക്കെ നമ്മൾ സിമ്പിളായിട്ടിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. വിഷ്ണു മഞ്ജു നായകനാവുന്ന സിനിമയാണ്. ലാലേട്ടൻ, പ്രഭാസ്, കുറേ ആൾക്കാരുണ്ടല്ലോ, കാജൽ അഗർവാൾ, അക്ഷയ് കുമാർ. പേരൊക്കെ മറന്നുപോയോ നീ? ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണത്. അല്ല, മലയാള ഇന്ത്യൻ സിനിമയിൽ അക്ഷയ് കുമാറിനെ മറക്കാൻ പറ്റൂല ഒരിക്കലും. ഇപ്പൊ കുറച്ച് മോശം സിനിമകളുണ്ടെങ്കിലും കണ്ണപ്പയുടെ കാര്യത്തിലാണ് അതൊക്കെ ശിവനായിട്ട്, അത് മാത്രമാണ്. ശിവനായിട്ട് നമുക്ക് വേറൊരു രൂപമാണ് മനസ്സിലായി, അതുകൊണ്ടാണ്. അതാണ് സത്യം. അത് ഇങ്ങനത്തെ കോമഡി രൂപമല്ല നമ്മളുടെ. ഓക്കെ, അടുത്തത് ദ ഗോസ്റ്റ് സ്റ്റോറി. അഖിൽ സത്യൻ, നിവിൻ പോളി നായകനാവും. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാവുന്ന സിനിമ. അജു വർഗീസും അൽത്താഫും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയിൽ നായികയായിട്ട് പ്രീതി മുകുന്ദൻ നായികയായിട്ട് വരും. ഇതിനു മുൻപ് നമ്മളൊരു റിയ അതായത് കപ്പിൽ അഭിനയിച്ചൊരു നായിക ഉണ്ടായിരുന്നു. ആളിതിൽ സെക്കൻഡ് ഹീറോയിനാട്ടോ.
ഈ സിനിമയുടെ എഡിറ്റിംഗ് അഖിൽ സത്യം തന്നെയാണ്. ഓക്കെ, അടുത്തത് സൂര്യ 47. ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ സൂര്യയുടെ ക്യാരക്ടർ കോപ്പായിരിക്കും. കോപ്പ് അത് വ്യത്യസ്തമായ ഒരു കോപ്പ് വേഷമാണെന്നാണ് പറഞ്ഞത്. മറ്റേ കോപ്പല്ല കേട്ടോ, COP. കോപ്പിലെ കോപ്പ് ഉണ്ടല്ലോ, അതല്ല കോപ്പല്ല, COP. അത് പോലീസ്. അതെ, പോലീസ്. എനിക്ക് ആ ഇത് വരുന്നുണ്ട് കേട്ടോ. എന്ത് വരുന്നുണ്ട്? എനർജിയാ. പോലീസ് എന്നുള്ളതിന്റെ ആ ഒരു വികാരം വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് SK24. ഓക്കെ, ശിവകാർത്തികേയൻ നായകനാവാനിരിക്കുന്ന ഒരു സിനിമയാണ് SK24. അതെന്തായാലും സംഭവിക്കും. പക്ഷെ അതിന്റെ ഡയറക്ടർ നമ്മുടെ വിനായക് ചന്ദ്രശേഖർ. ഉറപ്പായിട്ടില്ല, അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും എത്തിയില്ല. അതായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ലാലേട്ടൻ ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ള റൂമറും ഉണ്ട്. ഓക്കെ, എന്തായാലും ഇവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു അപ്ഡേറ്റ് തന്നെയാണ് ശരിക്കും, സൂചന അല്ലേ. പെഡ്ഡി സിനിമയിൽ ശേഖർ മാസ്റ്ററും ജാനി മാസ്റ്ററും കൂടി ഒരുമിച്ച് ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് ഒരു സോങ്ങിന് വേണ്ടി. ഒറ്റ സോങ്ങിന് 2 മാസ്റ്റേഴ്സ് ഒരുമിക്കുന്നു. അപ്പൊ രാംചരൻ തകർക്കുമല്ലോ. തകർക്കണല്ലോ, കീടിലൻ ഡാൻസ് ആയിരിക്കും. അപ്പൊ രണ്ടുപേരും തകർക്കും. അതെ, എന്തായാലേ മറ്റേ ജാൻവി കപൂർ അങ്ങനെ ഡാൻസ് ചെയ്യുന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ മറ്റേ NTRന്റെ കൂടെ ഉള്ള സിനിമയെ ദേവര സൂപ്പർ ഡാൻസ് പൊളി. 3 BHK സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 11 മണിക്ക് വരും കേട്ടോ. ഇപ്പൊ 11 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സാധനം വന്നിട്ടുണ്ടാവും. സിനിമ റിലീസിനെത്തുന്നത് ജൂലൈ 4-ാം തീയതി. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് കേട്ടോ. ഓക്കെ, ജൂലൈ 4-ന്. ജൂലൈ 4-ന് നമ്മൾ കാത്തിരിക്കുന്ന എന്തോ സംഭവം ഉണ്ടല്ലോ. കുറെ സിനിമകളുണ്ട്. അതുണ്ട്, ധീരനൊക്കെ എന്നാണ്. വേറൊന്നുണ്ട്, ജൂലൈ 4-നാണ് ബിഗ് അപ്ഡേറ്റ് വരുന്നത്. അല്ലല്ല, ജൂലൈ 4-ന് വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്. മുന്നേ ഇറക്കിയതാണോ? ശരിയാ. അടുത്തത് അത് തന്നെയാണ് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നത്. പാട്രിയോട്ട് സിനിമ എടപ്പാളിൽ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്കാണ് ഷൂട്ടുള്ളത്. കുറെ എടപ്പാളുകാർ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സെന്ററിൽ തന്നെ, നിങ്ങൾ എടപ്പാള് ജംഗ്ഷനിലാണ് പോയാൽ മതി, അവിടെ കാണാം. അതായത് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുള്ള രീതിയിലുള്ള ഒരു ഷൂട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിന് പറ്റിയ ലൊക്കേഷൻ ഏതാന്ന് നോക്കുക, അവിടെ ഏതാ ഹോസ്പിറ്റൽ ഉള്ള എന്ന് നോക്കുക. നൈറ്റാണ് ഷൂട്ട് നടക്കാൻ പോണത്. നൈറ്റിലാണ് കൂടുതൽ ഷൂട്ട്. പിന്നെ പോലീസുകാർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ ഇവരൊക്കെ കൂടിയിട്ടുള്ള കുറേ ഒരു പരിപാടിയാണ്. എന്തൊക്കെ മാരകമായുള്ള ഫൈറ്റ്, ആശുപത്രി സെറ്റ് ആയിരിക്കാം ഉറപ്പായിട്ടും. അതിൽ നടക്കുന്ന എന്തോ സംഭവമാണ്. മാരകമായിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളാട്ടോ. ഒരാഴ്ചത്തേക്ക് തകർക്കും. അവിടെ പൊടി മാറും. അലർജി ഉള്ളവരൊന്നും പോണ്ട. ഈ മഴയത്ത് പൊടി മാറുന്നത് തുമ്മിച്ചാവും നിങ്ങൾ. കാരണം ലാലേട്ടനാണ്. പൊട്ടി പോറിന് അടിയാണ് നടക്കാവുന്നത്. മാറി നോളണം. ഓക്കെ, അടുത്തത് ചോദ്യമാണ്. ജയദീപ് പ്രസാദ് ആളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഹൊറർ മൂവി മലയാളത്തിൽ അത് ഏതാണെന്നുള്ളതാണ്. പ്രമേയോ അത് കൂടുതലൊന്നും ആലോചിക്കാനല്ല നമുക്ക് പറയാൻ പറ്റും. അത് ഈ ചോദ്യം എഴുതുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇവനെന്താ പറയാൻ പോകുന്നുള്ളതും ഞാൻ എന്താ പറയാൻ പോകുന്നുള്ളതും നമുക്ക് അറിയാം. 2-ാം സ്ഥാനത്ത് ഏതാ? ഭൂതകാലം. 2 രാഹുൽ സദാശിവം അല്ലേ? ശരിയാ. ഭൂതകാലാണ് ലക്ഷണമൊത്ത മറ്റൊരു ഹൊറർ മൂവി. പിന്നുള്ള കുറെ ഹൊറർ കോമഡി ഉണ്ട്. സീരിയസ് ആയിട്ട് ചെയ്ത കോമഡി. ആകാശഗംഗയൊക്കെ ഞാൻ ചിരിച്ച സാധനം. ആകാശഗംഗയൊക്കെ അന്നത്തെ സൂപ്പർ ഹിറ്റ് ആണ് കേട്ടോ. പക്ഷെ നമുക്കത് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് പേടിപ്പിച്ച മറ്റൊരു സാധനം ഉണ്ട്. അത് കണ്ണൊക്കെ നിറഞ്ഞ് വാവ് ടെസ്റ്റ് കണ്ട് ഞെട്ടിയ VK പ്രകാശ് സംവിധാനം ചെയ്ത മൂന്നാമതൊരാൾ. അത് കണ്ടിട്ടില്ല, ഒന്ന് കാണേണ്ട സാധനം. നായകൻ ജയറാമാണ് തോന്നുന്നു. ജയറാമല്ല, ജയറാമാണോ? അതായത് വിനീത്. അതായത് ഞാൻ മറന്നുപോയി. ഇതിലെ പ്രധാന സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സമൃദ്ധ സുനിലും ഫ്രണ്ടും ആൾ നേഴ്സാണ്. ഇവർ രണ്ടുപേരും നേഴ്സാണ്. ഇവർ ഒരു അത് വീട്ടിൽ താമസിക്കുകയാണ്. ഇവരിങ്ങനെ പ്രേത്തെ കണ്ട് ഇങ്ങനെ പേടിക്കും.
അപ്പോൾ ഇത് പറയാനായിട്ട് വിനീതിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ അറിയുന്നൊരു കാര്യമുണ്ട്. ഓ ഓ ഓ ആട്ടെ സാധനം വിനീതാണെന്നാണോ മരിച്ചത്? അങ്ങനൊന്നുമല്ല, അത് കണ്ടു. നീ കണ്ടില്ല? അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. എന്താന്നറിയില്ല, പ്രേതങ്ങൾ ഇഷ്ടമല്ല, അതിങ്ങനെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയല്ല. ഇതിന്റെ കോൺസെപ്റ്റ് ഭീകര, തിരിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. പൊളി സാധനം, കണ്ടോണം. ഓക്കെ, എന്താണെങ്കിലും അടുത്ത കിഴി കൂലി. മഴ പെയ്തിട്ടോ. സോങ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് ബിസി ആയിപ്പോയി. പിന്നെ കോപ്പിറൈറ്റ് വലിയ വിഷയമാണല്ലോ, അടിച്ചു കിട്ടും. എന്തായാലും തുടങ്ങിയാൽ മതി, അപ്പോഴേക്കും കിട്ടും. ചിക്കിട്ട് നടിക്കുമ്പോൾ ചീ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് നമ്മുടെ അല്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കോപ്പിറൈറ്റ് നോക്കാറില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സാഹചര്യത്തിൽ ഒരുമിച്ചില്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യാതിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടുപോയി അതിനുശേഷം. എന്തായാലും സാധനം കൊള്ളാം, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, രണ്ടുപേർക്കും ഒരേ ഒപ്പീനിയൻ തന്നെയാണ് ഇതിലും. രസമായിട്ടുണ്ട്. അതെ, ഒരു തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നൊരു സോങ് ആയിരിക്കും, അത് ഉറപ്പാണ്. അതെ, അതല്ലേലും അനിരുദ്ധിന്റെ സോങ്ങുകൾക്കൊക്കെ തിയേറ്റർ ഭയങ്കര രസമായിരിക്കും, കോപ്പി ആണെങ്കിലും. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അനിരുദ്ധ് കിട്ടുന്ന ഡാൻസ് അല്ലേ?